നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എം പി, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA PK ഫിറോസ് എന്നിവരുടെ വാഹനം തടഞ്ഞ് പരിശോധിച്ച സംഭവം. പാലക്കാട് ട്രോളി ബാഗുമായി പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ്. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നീലപ്പെട്ടിയുമേന്തി നഗരത്തിൽ പ്രകടനം നടത്തിയത്. പെട്ടി റോഡിൽ ഉരുട്ടിയും പ്രതിഷേധിച്ചു. തുടർന്ന് പ്രവർത്തകർ പെട്ടി തുറന്ന പൊതുജനത്തെ കാണിക്കുകയും ചെയ്തു. നേതാക്കന്മാർക്ക് പ്രവർത്തകർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. സഹപ്രവർത്തകയുടെ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളിക്യാമറ വയ്ക്കാൻ കാണിച്ച ആത്മാർത്ഥത പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പോലീസ് കാണിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ വനിതാ പോലീസ് വസ്ത്രം മാറുന്ന ഒളിക്യാമറയിൽ പകർത്തിയ ഇത്രയ്ക്കും നീചമായ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്ന പോലീസുകാരനാണ്. വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പാലക്കാടിന്റെ ജനകീയ MLA പിണറായിയുടെ കണ്ണിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കണ്ണിലെ കരടായ പാലക്കാടിന്റെ ജനകീയ MLA രാഹുൽ മാങ്കൂട്ടം, അദ്ദേഹം നിരവധി സമരങ്ങൾ MLA ആകുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലാകമാനം ക്ഷേമ പെൻഷന് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിരവധി സമരങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും ജയിലിലിടുകയും കേസെടുക്കുകയും ചെയ്യുന്ന കഴിഞ്ഞ കാലങ്ങളിലെ സമീപനത്തിന് ശേഷം ഇപ്പോൾ MLA ജനകീയനാണ്. കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന MLA അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഇതുപോലുള്ള പെട്ടിയുമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പരാജയപ്പെടുത്തണമെന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ CPM-ഉം കേരളത്തിലെ BJP-യും ഒരുമിച്ച് നിന്ന് ഒരു മുന്നണിയായി പ്രവർത്തിച്ച് പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. പെട്ടി വിവാദം കൊണ്ടുവന്നു, പണത്തിന്റെ വിവാദം കൊണ്ടുവന്നു, ഒന്നിനും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ A കൃഷ്ണൻ, ഹരിദാസ് മച്ചിങ്ങൽ, പ്രശോഭ് വത്സൻ, നഗരസഭാ അംഗം FB ബഷീർ, മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.